പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൺഫോസ് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ബോക്സ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മൻ പമ്പാണ്. ഏകദേശം 35,000 രൂപയോളം വില വരുന്ന ഒരു മോഡലാണിത്. നമ്മളൊരു രീതിയിലുള്ള ഒരു പമ്പുകളിലും കണ്ടേക്കുന്ന ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നുമല്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൈഡിലിരിക്കുന്ന ഈ ഗ്രൺഫോസിൻ്റെ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഗ്രൺഫോസ് എന്ന് പറഞ്ഞ പമ്പ് തന്നെയാണ്. ഗ്രൺഫോസ് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ബോക്സ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഗ്രൺഫോസ് എന്ന് പറഞ്ഞ പമ്പ് ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടും ഇത്രയും ക്ലാസ് ആയിട്ടും വേറിട്ടും ചിന്തിക്കുന്ന ഒരു പമ്പ് മാനുഫാക്ചർ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പമ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ടെക്നോളജി എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മളിനി വരാൻ പോകുന്ന കാലത്തിൻ്റെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രൺഫോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൺഫോസ് കമ്പനിയുടെ Magna3 എന്ന് പറയുന്ന ഒരു ഹോട്ട് വാട്ടർ സർക്കുലേഷൻ പമ്പിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഈ മോഡൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ, അതെവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, എന്താണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകതകൾ. ഏകദേശം 35,000 രൂപയോളം വില വരുന്ന ഒരു മോഡലാണിത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇത്രയും വില വരാനുള്ള കാരണം എന്നുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കൺട്രി ഓഫ് ഒറിജിൻ ജർമ്മനിയാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ജർമ്മൻ പമ്പാണ്. ഇമ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ ഗ്രൺഫോസ് ചെന്നൈ ആണ് ഈ മോഡൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ മോഡലൊന്ന് കാണാം. നമ്മളൊരു രീതിയിലുള്ള ഒരു പമ്പുകളിലും കണ്ടേക്കുന്ന ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നുമല്ല. എല്ലാം ഇവരുടെ സ്വന്തം ഡിസൈനും കാര്യങ്ങളും ഭയങ്കര വെറൈറ്റി ആയിട്ട് പമ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ Magna3 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള മോഡൽ പറയുകയാണെങ്കിൽ Magna3 25-60 എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. ഇതിൻ്റെ തന്നെ വേറെ മോഡലുകൾ വരുന്നുണ്ട്. ഇത് തന്നെ ട്വിൻ സിസ്റ്റത്തിൽ, അതായത് ഒന്നിന് പകരം 2 പമ്പുകൾ വെച്ചിട്ടുള്ള ട്വിൻ സിസ്റ്റവും ഇതേ മോഡലിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പമ്പ് സൈഡ് കാസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷനാണ്. ചില മോഡൽസിൽ നമുക്കിതിൻ്റെ SS ബോഡി വരുന്ന ടൈപ്പ് കൺസ്ട്രക്ഷനും വരുന്നുണ്ട്. ഇതിൽ ഇല്ലാത്ത സെൻസറുകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇതിൻ്റെ കൺസപ്ഷൻ അറിയാൻ പറ്റും, ഇതിൻ്റെ ഫ്ലോ അറിയാൻ പറ്റും, ഫ്ലോ റേറ്റ് അറിയാൻ പറ്റും, ഇത് എത്ര കൺസ്യൂം ചെയ്തു, എത്ര പുറത്തേക്ക് പോയി എന്നറിയാനുള്ള BTU മീറ്ററുകളുണ്ട്. അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ സിസ്റ്റമാണിത്. മറിച്ച് നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സർക്കുലേഷൻ പമ്പ് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഈ പറയുന്ന അതിൻ്റെ പ്രഷർ ഗേജ്, ഇതിൽ പ്രഷർ ഗേജ് ഇൻബിൽറ്റ് ആണ്. പ്രഷർ ഗേജ് വേണം. അതേപോലെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് വേണം. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു റേറ്റഡ് സ്ഥലങ്ങളിലേക്ക്, അതായത് നമുക്കതിൻ്റെ മെഷർമെൻറ്റ് കിട്ടേണ്ട സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള BTU മീറ്റർ വേണം. അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള VFD ഡ്രൈവ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ Magna3 എന്ന് പറയുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്ലോ മീറ്റർ ഉണ്ട്, പ്രഷർ ഗേജ് ഉണ്ട്, BTU മീറ്റർ ഉണ്ട്, ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ പാക്കേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലൊരു ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. ഞാൻ ഡിസ്പ്ലേയുടെ ക്ലോസപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഓൺ ചെയ്യുന്നില്ല, കാരണം നമുക്കിതൊരു ഡെമോ പർപ്പസിനായിട്ട് ഗ്രൺഫോസിൽ നിന്ന് തന്നേക്കുന്നതാണ്. ഞാനിത് ഓൺ ചെയ്ത് ഉപയോഗിക്കുന്നില്ല. ഈ Magna3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കാറ്റലോഗ് ഉണ്ട്. ഈ പമ്പിൻ്റെ വർക്കിങ്ങും ഫീച്ചേഴ്സും വരുന്ന മറ്റൊരു കാറ്റലോഗ് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഇതിന് വേണ്ട ഓറിങ്സും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പവർ കേബിള് കണക്ഷൻ വരുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു വലിയ പാക്കേജ് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളത്. ഇത് -10 ഡിഗ്രി മുതൽ മാക്സിമം 110 ഡിഗ്രി വരെയുള്ള വാട്ടർ, അതായത് ഹോട്ട് വാട്ടർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പർപ്പസ് നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ, ഇത് ഈ പറഞ്ഞ ഹോട്ട് വാട്ടർ സർക്കുലേഷൻ തന്നെ നമ്മൾ എയർ കണ്ടീഷനിങ്ങിലും മെഷീനറികളിലെല്ലാം വളരെ പ്രിസിഷനായിട്ട് വെള്ളത്തിൻ്റെ ഡിസ്ചാർജും കാര്യങ്ങളും പ്രഷറും എല്ലാം വേണ്ട സ്ഥലത്താണ് ഇത് കൂടുതൽ ഉപയോഗം വരിക. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു വാൽവ് വെച്ചിട്ടത് നമുക്ക് കൂടുതൽ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാൽവ് വെച്ച് അതിൻ്റെ ത്രോട്ടിൽ ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ VFD ഡ്രൈവ് സെപ്പറേറ്റ് വെച്ചിട്ട് അതിൻ്റെ RPM കുറച്ച് കൊടുക്കും. അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സിംഗിൾ സിസ്റ്റമാണിത്. അപ്പോൾ ഇത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വെൽ ബിൽറ്റ് ആയിട്ടുള്ള, ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് കാസ്റ്റ് അയൺ ബോഡിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് അവൈലബിൾ ആണ്. ഓൺ റിക്വസ്റ്റ് ആണ് വരുന്നത്. ഇത് പെർമനൻറ്റ് മാഗ്നറ്റ് ഒരു മോട്ടറാണ് വരുന്നത്. അതേപോലെ തന്നെ കൂടുതൽ ടെമ്പറേച്ചറും ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനും ഹാൻഡിൽ ചെയ്യാൻ രീതിയിലുള്ള കൺട്രോളറുമാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ക്ലാമ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിലൊരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഈസി ആയിട്ട് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിസ്പ്ലേ 360 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും തിരിച്ചു വയ്ക്കാൻ പറ്റും. ഇങ്ങനെ വയ്ക്കാം, നേരെ വയ്ക്കാം, നമുക്ക് വേണ്ട ഡയറക്ഷനിൽ
നമുക്കിത് തിരിച്ച് വെക്കാൻ പാകത്തിന് ഇത് ഈ ക്ലാമ്പ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ആ ഡിസ്പ്ലേ തിരിച്ച് വെക്കാൻ പറ്റും. ഇത് ഫീച്ചേഴ്സിൻ്റെ ഒരു വലിയ നിര തന്നെയുള്ള ഒരു മോഡലാണെന്ന് നമുക്കറിയാം. ഇനി മറ്റൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വയർലെസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം ഇതിലുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇത് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഫ്ലോ റേറ്റ് എങ്ങനെയാണ്, അങ്ങനെ സകല ഡീറ്റെയിലും അറിയാവുന്ന ഇതിൻ്റെ ഡിസ്പ്ലേ ഒരെണ്ണമുണ്ട്. ആ ഡിസ്പ്ലേയിലെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് കൂടാതെ നമുക്ക് മൊബൈലിൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും. റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് വയർലെസ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്ന ഒന്നാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ VFD ഡ്രൈവ് വെച്ച് നമുക്ക് പല മോഡ്സിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഒരു സ്പെസിഫിക് ഫ്ലോ മാത്രമാണ് നമുക്കിത് വേണ്ടതെങ്കിൽ ആ VFD ഡ്രൈവ് ഉപയോഗിച്ച് അതിന് ആ സ്പെസിഫിക് ഫ്ലോ മാത്രം വരാനുള്ള RPM മോട്ടർ ഓടും. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് ഓവർ കൺസംഷൻ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് കൂടുതൽ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഈ മോഡലിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇതിന് ഓട്ടോ അഡാപ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്ന മോഡിനപ്പുറത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫ്ലോയും കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്തിട്ട് അതേപോലെ വർക്ക് ചെയ്യുന്ന ഒരു മോഡും ഇതിനുണ്ട്. അതായത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട പർപ്പസ് ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ട് തരിക എന്നുള്ളതാണ് ഈ മോട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പർപ്പസ്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗ്രൺഫോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിം തന്നെ നമുക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടെ മാത്രമാണ് നോക്കിക്കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് അവരുടെ പ്രൊഡക്ട്സ്. ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന പമ്പുകളാണ് ഗ്രൺഫോസിൻ്റെ. വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ കൂടുതൽ NRIs ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ബ്രാൻഡിനെ കുറിച്ച് ഓൾറെഡി അറിയാം. കാരണം നമുക്ക് പ്രഷർ ബൂസ്റ്റർ പമ്പുകളുടെയൊക്കെ എൻക്വയറി വരാൻ നേരത്ത് അവരവിടെ പുറത്തുള്ള ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഉള്ള ഫ്ലാറ്റുകളിൽ നിലവിൽ യൂസ് ചെയ്യുന്നതും അവർക്ക് പരിചയമുള്ള ഒരു പേരാണ് ഗ്രൺഫോസ് എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലേക്ക് അത്രയും ഫേമസ് ആയിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ പമ്പ് നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെടുന്നില്ലെങ്കിൽ പോലും ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പമ്പാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കിട്ടാത്ത ഒരു പമ്പായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അറിയാനുള്ള താല്പര്യം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു മോട്ടറും പുതിയ ഡീറ്റെയിലുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.